ഹലോ മൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ഇറ്റ് ബൈ ജെനി. എന്തെല്ലാം എല്ലാവരും ഉഷാറല്ലേ, ഹാപ്പി അല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ റമളാൻ മുബാറക്. എല്ലാവരും ഒരു മാസക്കാലം നോമ്പൊക്കെ നോറ്റ് ഉഷാറായി ഹാപ്പി ആയിട്ടിരിക്കുക. ചൂടൊക്കെ ഉണ്ട്, പക്ഷേ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ വരാൻ കാരണം എന്താ വെച്ചാൽ, ഞാനൊരു ഉത്തരം തന്നിട്ടില്ലായിരുന്നു എന്തുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളത്. അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവിധ കാര്യങ്ങളും ചെയ്തോളി. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ, പണ്ട് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ ചെക്കന്മാർ മൂഡ് എന്താ വെച്ചാൽ, ഒപ്പം കൂടിയാണ്ട് കള്ളും കഞ്ചാവും സകല പൊടി അടിച്ച് കയറ്റി ഏതൊരു കാട്ടിൽ പോവുക, കീറുങ്ങുക, ഇങ്ങോട്ട് സ്വന്തം പേർക്കാരെ നാട്ടുകാരെ മേത്തൊക്കെ എടുക്കാന്നല്ലേ. ഞാൻ വിഷയത്തിൽ നിന്നു, സോറി. അപ്പം ഞങ്ങളന്നത്തെ പരിപാടികൾ ചെക്കന്മാർ പരിപാടി വെച്ചാൽ വാടക എടുത്താണ്ട് SLR റെൻറ്റിനൊക്കെ എടുത്താണ്ട് പോവും, ഫോട്ടോ എടുക്കാൻ പോവും. ഏതെങ്കിലും കുന്നിൻ്റെ മുകൾക്കോ നല്ല സീനറിയുള്ള സ്ഥലത്തേക്കോ ഫോട്ടോ എടുക്കാൻ പോയാണ്ട് ഫോട്ടോ എടുത്താണ്ട് എഡിറ്റ് ചെയ്ത് കില്ലിങ് സപ്പോർട്ട്, മൊഞ്ച ബാക്ക് സപ്പോർട്ട്, ഓൺലി 2K സ്പേസ്, ഓൺലി ആഡ് മീ ബ്രോ, ക്ലോസ് മീ ബ്രോ എന്നൊക്കെ പറഞ്ഞാണ്ട് ആ ഒരു മൂടേനി പണ്ടത്തെ ഫേസ്ബുക്ക് ഫ്രീക്കന്മാരെ കാലഘട്ടം. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യും, ട്രിപ്പ് പോണതും ചെക്കന്മാർ കറങ്ങാൻ പോണതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് പിന്നെ ഫേസ്ബുക്കും എടുത്തു, പിന്നെ ഇൻസ്റ്റയിലായി, സ്റ്റോറിയിലായി, വാട്സപ്പിൽ സ്റ്റാറ്റസിലായി. ഞാൻ അങ്ങനെ ഇടും. എനിക്ക് കുറച്ച് കൂടുതലേനി. എവിടേക്കെങ്കിലും പോയി 4 ആൾക്കാരെ അറിയിച്ചില്ലെങ്കിൽ ഒരു സമാധാനമല്ല. ഒരു കാര്യമില്ല, വെറുതെ ഒരു രസം, പ്രായത്തിൻ്റെ ഒരു ഇതല്ലേ. അപ്പം അതിങ്ങനെ കഴിഞ്ഞു. പിന്നെ നല്ലൊരു ഫോണില്ല, ചെറിയൊരു ഫോണേനി, സാംസങ്ങിൻ്റെ ഒരു ചെറിയൊരു ഫോൺ, ക്ലിയർ ഇല്ലാത്തൊരു ഫോണ്. അപ്പോൾ അതിലിങ്ങനെ വീഡിയോ എടുക്കും, ഞാൻ തന്നെ കാണും, ഞാൻ തന്നെ ഡിലീറ്റ് ആക്കും, സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തന്നെ സ്വയമായി നയിച്ചുകൊണ്ട് 2024 ജനുവരി തുടക്കത്തിൽ ഇത് വാങ്ങി, iPhone 15 Pro വാങ്ങി. ഇപ്പം എൻ്റെ കയ്യിലെ ഫോൺ അതാണ്, iPhone 15 Pro വാങ്ങിയിട്ട് വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഓരോ സ്ഥലങ്ങൾ പോവും, വീഡിയോ ഇങ്ങനെ എടുക്കും, ഞാൻ തന്നെ കാണും, ഞാൻ തന്നെ ഡിലീറ്റ് ആക്കും, റിക്കവർ ചെയ്യൂല, അതിന്നും ഡിലീറ്റ് ആക്കും. അതങ്ങനെ ആയി മാറി, അതിന്നും ഡിലീറ്റ് ആക്കും. പിന്നെ എനിക്ക് തോന്നി ഇതൊക്കെ ഒരു മെമ്മറിക്കായി സൂക്ഷിച്ചാലോ. അപ്പോൾ എന്തേക്ക്, അതുകൊണ്ടാണ് ആ മെമ്മറിക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് എൻ്റെതായ രീതിയിൽ എൻ്റെതായ കോലത്തിൽ വീഡിയോ എടുത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഇടൽ തുടങ്ങി. അതിനൊരു പേര് ഇട്ടു, ട്രാവൽ ഇറ്റ് ബൈ ജെനിൻ. അതിന് ആ പേര് വരാൻ കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞല്ലോ, അതന്നെ കാരണം. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അതിടാൻ കാരണം. വളരെ ചുരുക്ക രൂപത്തിലാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കും വിചാരിച്ചിട്ടാണ്. കാരണം ആർക്കും ഇതൊന്നും കേട്ടിങ്ങനെ എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും തുടങ്ങിയല്ലോ. അപ്പോൾ ഇത് എൻ്റെ ഫുൾ ടൈം യൂട്യൂബ് ചാനലല്ല. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞു, ഒഴിവ് ടൈമുകളിൽ എൻ്റെതായ കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു മനസ്സമാധാനത്തിൽ ട്രിപ്പ് പോകുമ്പോൾ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മളെ ചാനലിൽ എല്ലാവിധ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും, സിനിമ റിവ്യൂ ഉണ്ടാവും. ഇനി മുതൽ ഞാൻ കുറച്ച് അധികം സിനിമ കാണുന്ന ആളാണ്. സിനിമ റിവ്യൂ ഉണ്ടാവും, ഫുഡ് റിവ്യൂ ഉണ്ടാവും, എല്ലാവിധ എൻ്റർടൈൻമെൻറ്റുകളും നമ്മൾ സാധ്യമാക്കും. പേര് ട്രാവൽ ഇറ്റ് ബൈ ജെനി എന്നാണെങ്കിലും ട്രാവൽ ഇറ്റ് മാത്രമായിരിക്കില്ല, എല്ലാവിധ എൻ്റർടൈൻമെൻറ്റുകളും നമ്മൾ ഇതിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കും. അതാണ് എൻ്റെ ഒരാഗ്രഹം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മുൻപോട്ടുള്ള യാത്രയിൽ ആവശ്യമാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നെഗറ്റീവായാലും പോസിറ്റീവായാലും എല്ലാം ഞാൻ സ്വീകരിക്കും. എനിക്കതൊന്നും വിഷയമല്ല, ഞാൻ ഒന്നിലും തളരൂല. ഞാൻ മുമ്പോട്ട് ഇങ്ങനെ പോകും. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. ഹല്ലി വല്ലി അങ്ങനെ പോകുക, വരുന്നിടത്തോളം വെച്ച് കാണുന്ന മൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെപ്പോഴും തെറ്റും, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ കാണാം.